അപ്പോൾ ഇന്നത്തെ യാത്ര ആഴിമലയിലേക്കാണ്. ആഴിമല ശിവക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. പുരാതന കാലം മുതൽ വിശ്വാസികളുടെ ഇടയിൽ വലിയ ആത്മീയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായത് 58 അടി ഉയരമുള്ള ശിവന്റെ പ്രതിമയാണ്. ഗംഗയെ ജടയിൽ ധരിച്ചിരിക്കുന്ന ശിവനെ പ്രതിനിധീകരിക്കുന്ന ഈ പ്രതിമ ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ശിവപ്രതിമകളിലൊന്നാണ്. മുൻപ് ആഴിമല ഒരു ശാന്തമായ മീൻപിടുത്ത ഗ്രാമമായിരുന്നു. ഇപ്പോൾ ഇത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കടൽത്തീരവും സൂര്യാസ്തമയവും കൊണ്ട് പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇന്ന് ആഴിമല ശിവക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. കടല് ഒരുപാട് ഉള്ളിലോട്ട് വലിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ബീച്ച് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അന്നെടുത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അത് ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഇങ്ങനെയാണ് ഈ ബീച്ച് ഇവിടെ കിടന്നിരുന്നത്. ഇപ്പോൾ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും പണികളൊക്കെ തീരുമ്പോൾ അറിയാം എന്താണ് ഇവിടെ സെറ്റപ്പ് എന്ന്. അങ്ങനെ ബീച്ചൊക്കെ നോക്കി നിന്നപ്പോഴാണ് അവിടെ കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടു. എന്തോ മ്യൂസിയം പോലത്തുള്ള പരിപാടിയാണ്. എൻട്രി പാസ് 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറിയില്ല. പിന്നൊരു ദിവസം ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആഴിമലയിൽ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനായ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് പോയി. ചെങ്കൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 26 കിലോമീറ്റർ ദൂരമുണ്ട് ചെങ്കൽ എന്ന സ്ഥലത്തേക്ക്. നമ്മൾ ഈ പോകുന്ന ക്ഷേത്രത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ഇവിടെ ശിവനെയും പാർവതിയും ഒരുമിച്ചാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നുള്ളത്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഉള്ളത് ഇവിടെയാണ്. പിന്നെ ഇതായി കാണുന്നതാണ് ശിവലിംഗം. ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റും. ഒരാൾക്ക് 200 രൂപ എങ്ങാണ്ടാണ് വരുന്നത് ചാർജ്. പ്രശസ്തമായ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് 111.2 അടി, അതായത് 33.855 മീറ്റർ ഉയരമുണ്ട്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഇതിന്റെ നിർമ്മാണം 2012 ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ശിവലിംഗം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. പരമ്പരാഗത കേരള വാസ്തുവിദ്യ ശൈലികളായ പാറയും മരവും ഉപയോഗിച്ചാണ് ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് വേറൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയത് 2012 നിർമ്മിച്ച ഈ ശിവലിംഗമാണ്. 6 വർഷം കൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശിവലിംഗത്തിൽ ഗംഗോത്രി, കാശി, ഋഷികേശ്, കൈലാസം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്നുമുള്ള മണ്ണും തീർത്ഥവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ശിവലിംഗത്തിനകത്ത് 8 നിലകളുണ്ട്. മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെ സൂചിപ്പിക്കുന്ന 6 ധ്യാനമുറികൾ ഇതിനുള്ളിലുണ്ട്. താഴത്തെ നിലയിൽ ഭക്തർക്ക് സ്വയം അഭിഷേകം നടത്താനുള്ള സൗകര്യങ്ങളുമുണ്ട്. കൈലാസ പർവ്വം കൈയിലേന്തിയ 64 അടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയും ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ്.
ക്ഷേത്രത്തിൽ മൊത്തം 108 ചെറിയ ശിവലിംഗങ്ങളും 64 ശിവരൂപങ്ങളും ഗണപതിയുടെ 32 രൂപങ്ങളുമുണ്ട്. ഇന്ന് ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രം വികസിച്ചതും സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ്. ശിവനും പാർവതിയും പൂർണ്ണരൂപത്തിൽ ഒരുമിച്ച് വസിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഗണപതിയും സുബ്രഹ്മണ്യനും ഉപദേവതകളായി ഉള്ളതിനാൽ ഇതിനെ ഒരു ശിവപരിവാർ ക്ഷേത്രമായി കണക്കാക്കുന്നു. അതായത് ശിവന്റെ കുടുംബം ഉൾപ്പെടുന്ന ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളുടെയും പ്രതിരൂപങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഗണപതിയുടെ 32 ഭാവങ്ങളും ഇവിടെ ദർശിക്കാം. അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.